ഓൾസോ മ്യൂസിക് ആണെങ്കിലും എന്താ ഇപ്പം പറയാം, ഇപ്പം താങ്കൾ ആദ്യമായിട്ടാണ് സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സോങ്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് താങ്കൾ ഇതിനകത്ത്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം മ്യൂസിക്കോട് ഓൾസോ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എൻ്റെ കഴിഞ്ഞ 2 സിനിമയും വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സംഗീത കോളേജിൽ. ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ സിനിമ എഴുതിയ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഹാർമോണി പെട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ എഴുതിയ കൂട്ടത്തിൽ ചെയ്ത പാട്ടുകളാണ് ഇതെല്ലാം. ആ സീനുകൾ എഴുതുമ്പോൾ എനിക്ക് തോന്നിയ പാട്ടുകൾ അല്ലെങ്കിൽ തോന്നിയ മ്യൂസിക് ചെയ്യണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനെ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഇംപ്രൂവൈസ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കിന് പാട്ടുകളായതാണ്. ഇനി ഞാൻ ഇതുപോലൊരു കഥ ഒരു മ്യൂസിക് ഡയറക്ടർ അടുക്ക പോയിട്ട് ഇത് മുഴുവൻ അയാളെ കൺവിൻസ് ചെയ്ത് ഇത്രയും പാട്ടുകൾ അയാളിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര തിരക്കാണ്. ആക്ച്വലി അവരുടെ കയ്യിൽ നിന്ന് പാട്ടുകൾ കിട്ടാനും ഭയങ്കര പാടാണ്. അവർ ഒരേ സമയം ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് നേരം ഉണ്ടായില്ല. അത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ, അത് കൊള്ളാമെന്ന് ആദ്യം ജഡ്ജ് ചെയ്യേണ്ട ആൾ ഞാനാണ്. എനിക്കിത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടും മറ്റുള്ളവരത് പാടും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ആ പാട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറാകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അജീഷിനെ പോലത്തെ ഒരു കലക്ക മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കിരണാണ്. അജീഷ് പറഞ്ഞു, കിരൺ ദാസ് എഡിറ്റർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഞാനൊരു പയ്യനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാട്ടിൻ്റെ കൂടെ എനിക്കൊരു പയ്യനെ വേണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ പുള്ളി വന്നതിൻ്റെ അടുക്കൽ എൻ്റെ കൂടെ അങ്ങ് വന്ന് നിന്നു. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാവുന്ന പിള്ളേരൊക്കെ തന്നെ അജീഷിനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വന്ന് താമസിച്ച് ഞാൻ കുഞ്ഞിക്കവളിൻ്റെ ഈ പറഞ്ഞ ട്യൂൺ മൂളിക്കൊടുത്തു. അത് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്തു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഒരു രൂപത്തിലേക്ക്, ലിറിക്സ് ഇല്ല, വിനായകൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം പറഞ്ഞു. അത് മനോഹരമായിട്ട് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു അത് കൊള്ളാലോ. അപ്പോൾ അജീഷ് തന്നെ മുഴുവൻ പടവും ചെയ്യട്ടെ എന്ന് അന്ന് രാത്രി തീരുമാനിക്കായിരുന്നു. കുഞ്ഞിക്കവൾ അത്രയും മനോഹരമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് അജീഷ് തന്നെ ഫുൾ സിനിമയിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ മ്യൂസിക് ഒരുപാട് മ്യൂസീഷ്യൻസ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസും അവരുടെയൊക്കെ ലൈഫും അവരുടെ വളർച്ചയും താഴ്ചയും അവരുടെ പാട്ടുകളും ഹിറ്റുകളും എല്ലാം കണ്ട് വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊരു സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പണ്ട് മുതലേ അറിയാവുന്നത് കൊണ്ട് അങ്ങ് തീരുമാനിച്ചത്രേ ഉള്ളൂ.